തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇപ്പോൾ ജനം ടി വിക്കൊപ്പം ചേരുന്നു. ഡോക്ടർ ഹാരിസ് ചിറക്കൽ, താങ്കൾ ആവർത്തിച്ച് പറയുകയുണ്ടായി, പറഞ്ഞതെല്ലാം സത്യമാണ്, കൃത്യമായ ബോധ്യത്തിന് ശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം വിവരിച്ചത് എന്നുള്ളത്. ഇത് പറഞ്ഞതിന് ശേഷവും മാറിയിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത്. പക്ഷേ വരാൻ പോകുന്ന പ്രതികരണം എന്തായിരിക്കും എന്ന് താങ്കൾക്ക് വ്യക്തവുമായിരുന്നില്ലേ? എന്നിട്ടും ഇത് തുറന്നു പറയണം എന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? അത് വിഷയത്തിൻ്റെ ഒരു കഠിനമായിട്ടുള്ള ഒരു അവസ്ഥ കൊണ്ടാണ് അത് തുറന്നു പറഞ്ഞത്. മറ്റ് പരിഹാരങ്ങളില്ലാത്തത് കൊണ്ട് പിന്നെ അവസാനം ഇത് ഒരു പൊതുജനങ്ങളുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കണമെന്ന് തോന്നി. അതേസമയം ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് താങ്കൾ സത്യസന്ധനായ ഡോക്ടറാണ്, താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്, പരിശോധിക്കുമെന്നൊക്കെയാണ്. അത് ശരിയാണ് എന്ന് ആരോഗ്യമന്ത്രി ഇപ്പോൾ പറയുമ്പോൾ അത് ആരോഗ്യമന്ത്രിക്ക് ബോധ്യമുണ്ടായിരുന്നു എന്നാണോ, അതോ താങ്കൾ സൂചിപ്പിച്ചതുപോലെ അത് ഒരുപക്ഷെ ഇവരിലേക്കൊന്നും മേലധികാരികളിലേക്ക് കൂടുതലായി എത്തിയില്ല എന്നാണോ? അങ്ങനെയെങ്കിൽ എവിടെയാണ് വീഴ്ച ഉണ്ടായത്? എനിക്കത് തന്നെയാണ് തോന്നുന്നത്. കാരണം ഇത് മേലധികാരികളിൽ എത്തിയിരിക്കാൻ സാധ്യതയില്ല. ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയോ ഇതിൻ്റെ അകത്ത് പിന്നെ ചുവപ്പ് നാടെ കുരുങ്ങിക്കിടക്കുക, അല്ലെങ്കിൽ അവരുടെ സൈഡിൽ നിന്നുള്ള ഉപേക്ഷകളോ അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം താമസിപ്പിച്ചതോ ഒക്കെ ആവാനാണ് സാധ്യത. ഈ സർക്കാർ വന്നതിന് ശേഷം കഴിഞ്ഞ 9 വർഷങ്ങളിലായിട്ട് ആരോഗ്യ മേഖലയിൽ നല്ല പുരോഗതിയാണ് ഞാൻ കാണുന്നത്. ഒരു എല്ലാ കാര്യങ്ങൾക്കും സർക്കാരിൻ്റെ സപ്പോർട്ടുണ്ടെന്ന് അവർ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ എന്തുകൊണ്ടാണ് ഇത് താഴെ തട്ടിലെത്താത്തത് എന്നാണ് എനിക്ക് എപ്പോഴും മനസ്സിലാവാത്തത്. ബാക്കിയുള്ള ഏതു വകുപ്പായാലും ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ അത് ചുവപ്പ് നാട അഴിക്കാൻ ഒരു സമയമെടുക്കാം. പക്ഷേ ആരോഗ്യരംഗത്ത് നമുക്കത് സാധ്യമാണോ ഡോക്ടർ? കാരണം ഇത്തരം വിഷയങ്ങളിലൊക്കെയും മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്ന പാവപ്പെട്ടവരുണ്ടെന്ന് മാത്രമല്ല, ഏറ്റവും അവസാനത്തെ അത്താണിയായി മെഡിക്കൽ കോളേജിലേക്ക് വരുന്നവരുമൊക്കെ ഉണ്ട്. അവിടെ എങ്ങനെയാണ് നമുക്ക് ഈ ചുവപ്പ് നാട പറഞ്ഞ് ഇത്തരം കാര്യങ്ങൾ മാറ്റിവെക്കാൻ കഴിയും? അത് തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ളൊരു പ്രോബ്ലവും. ഈ ചുവപ്പ് നാട എന്ന് പറഞ്ഞാൽ മറ്റ് സ്ഥാപനങ്ങളിൽ നടക്കുന്ന ചുവപ്പ് നാട ജനങ്ങൾക്ക് ഇത്രത്തോളം പ്രശ്നം ഉണ്ടാക്കത്തില്ല. പക്ഷേ ആരോഗ്യ മേഖലയിലുള്ള ചുവപ്പ് നാട എന്ന് പറയുന്നത് അത് ഒട്ടും പറ്റില്ല. ഇത് ഒരു എമർജൻസി സർവീസാണ് മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്കിപ്പോൾ ഇന്നലെ ഒരു എക്യുപ്മെൻ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇന്നലെ മുടങ്ങിയത് 4 ഓപ്പറേഷനാണ്. അപ്പോൾ നാളെ മുടങ്ങും, മറ്റന്നാൾ മുടങ്ങും. അപ്പോൾ ഇത്രയും ആ രോഗികൾക്ക് പിന്നെ അത് ബുദ്ധിമുട്ട് കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ ഇത് ആ ഇൻസ്ട്രുമെൻ്റ് എത്തിക്കഴിഞ്ഞാൽ തന്നെ പിന്നെ ഇത് ഈ ബാക്കിലേക്ക് വരുന്നത് പിന്നെ നമുക്ക് ചെയ്ത് തീർക്കാൻ സമയമെടുക്കും. അതിനനുസരിച്ച് ബാക്കി ഓപ്പറേഷനുകളെല്ലാം താമസിക്കുകയും ചെയ്യും. അപ്പോൾ അത് ശക്തമായി മാത്രമല്ല, ഇതിനകത്ത് പല പേഷ്യൻസ് വളരെ സീരിയസ് കണ്ടീഷനിലുള്ള പേഷ്യൻസ് ഉണ്ട്, കിഡ്നി ഫെയിലറിലുള്ള പേഷ്യൻസ് ഉണ്ട്, അത് നല്ല വേദനയുള്ള പേഷ്യൻസ് ഉണ്ട്, കുട്ടികളുണ്ട്, ജോലി മുടക്കിയിട്ട് വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഏറ്റവും അടിയന്തരമായ ശസ്ത്രക്രിയ ചെയ്യുക, ചികിത്സ കൃത്യമായി കൊടുക്കുക എന്നത് ഒരു ഡോക്ടർ എന്നുള്ള നിലയിലും ഒരു വകുപ്പ് മേധാവി, ഒരു യൂണിറ്റ് മേധാവി എന്നുള്ള നിലയ്ക്കും അത് എൻ്റെ ഒരു കർത്തവ്യമാണ്. അത് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നത് പോലെയും രാവിലെ ചാനലുകളിൽ പറഞ്ഞിരുന്നത് പോലെയും ഈ ചുവപ്പ് നാട പരിഹരിക്കാൻ വേണ്ടി എന്നാലാവുന്നത് ഞാൻ ചെയ്തതാണ്. അത് ചെയ്തിട്ട് അതിലൊന്നും ഒരു പരിഹാരം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ വേറൊരു നിസ്സഹായ അവസ്ഥയിലേക്ക് പോയി അത് പൊതുജനങ്ങളുടെ മുമ്പിൽ തന്നെ ഇത് അവതരിപ്പിക്കാം എന്ന് മനസ്സിലാക്കിയത്. പക്ഷേ ഡോക്ടർ ഹാരിസ്, ഇക്കാര്യത്തിൽ ഒരു ആശങ്ക ഉണ്ടാകുന്നത്, ഒരുപക്ഷെ താങ്കൾ ഈ കാര്യം ചൂണ്ടിക്കാണിക്കുന്നു, ഇത് നേരിട്ട് ഒരുപക്ഷെ ആരോഗ്യമന്ത്രിയോ അല്ലെങ്കിൽ ഏറ്റവും ഇത് തീരുമാനങ്ങൾ എടുക്കേണ്ട മേലധികാരികളിലേക്കോ ഈ വിഷയം എത്തിയില്ല എന്ന് പറയുമ്പോൾ അത് എത്തിക്കേണ്ട ആളുകൾ ഇതിനിടയ്ക്കുണ്ട്. അവരിലേക്കായിരിക്കാം ഈ അന്വേഷണം ഒരു പക്ഷേ പോകുന്നത്. ഇപ്പോൾ ആരോഗ്യമന്ത്രി അന്വേഷണം എന്ന് പറയുമ്പോഴും അത് ആർക്കെതിരെ, ഒരുപക്ഷെ താങ്കൾക്കെതിരെ തന്നെ വരുമോ എന്ന് പോലും വ്യക്തമല്ലാത്തൊരു സാഹചര്യമുണ്ട്. താങ്കൾക്ക് പേടിയില്ലേ? എനിക്ക് ഭയമില്ല. കാരണം ഇതിനകത്ത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണം. ഇതിനകത്ത് എൻക്വയറി നടക്കട്ടെ. എവിടെയാണ് ഇതിൻ്റെ വിഷയങ്ങൾ ഉണ്ടാകുന്നത്, എവിടെയാണ് തടസ്സം, എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്നുള്ള അടിമുടി ഒരു നല്ല പരിശോധന. അതല്ലാതെ എന്നെ വ്യക്തിപരമായിട്ട് മാത്രം ഇത് എൻക്വയറി ഒതുക്കാതെ ഇതിൻ്റെ എല്ലാ ഘടകങ്ങളും പരിശോധിച്ച് ഇതിനകത്തുള്ള ഒരു കൃത്യമായ പരിഹാരം അത് കണ്ടെത്തുകയാണ് വേണ്ടത്. അതായിരിക്കണം ഇതിൻ്റെ ഒരു എൻക്വയറിയുടെയും അന്വേഷണങ്ങളുടെയും ഒരു എൻഡ് റിസൾട്ട്. അല്ലാതെ പിന്നെ ഇതിനകത്ത് എന്നെ മാത്രം പണിഷ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഈ പ്രശ്നം അവിടെ തന്നെ നിലനിൽക്കുകയും ചെയ്യും. ഞാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ ആ പ്രശ്നങ്ങൾക്ക് ബാക്കി ഇനി വരുന്ന ഭാവിയിലുള്ള
പ്രവർത്തനങ്ങൾക്കും ബാക്കി ഭാവിയിൽ വരുന്ന രോഗികൾക്കും ഡോക്ടർമാർക്കും അത് ഒരുപോലെ പ്രശ്നമായിട്ട് നിലനിൽക്കുകയും ചെയ്യും. മറ്റൊരു കാര്യം, ഈ ഉപകരണങ്ങൾ പലതും ഈ ശസ്ത്രക്രിയകൾ മുടങ്ങാതിരിക്കാനായി രോഗികൾ തന്നെ വാങ്ങിക്കൊണ്ടുവരുന്ന സാഹചര്യമുണ്ട് എന്ന് കൂടി താങ്കൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഈ പ്രത്യേകിച്ച് ഈ RIRS അതൊക്കെയും കൊച്ചിയിലെ ഒരു കമ്പനിയിൽ നിന്നാണ് വാങ്ങുന്നത്. അവർക്ക് നേരിട്ട് ഗൂഗിൾ പേ ചെയ്ത് നൽകുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഡോക്ടർ സംശയമാണ്, നമ്മുടെ സംവിധാനങ്ങൾ പലതും അത്ര സംശുദ്ധമായി കാണാത്തത് കൊണ്ട് അവിടെയുമൊക്കെ അഴിമതി കൂടി സംശയിക്കേണ്ടതുണ്ട്. അതെ, അവിടെ അഴിമതിക്കുള്ള ആരോപണങ്ങൾ എനിക്ക് വരാം. അതുകൊണ്ടാണ് ഞാനത് തുറന്നു പറഞ്ഞത്. അത് മാത്രമല്ല, അത് ഞാനിത് പലതലത്തിൽ അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇപ്പോഴുള്ള ദൈനംദിന പരിപാടികൾ പോകുന്നത് എന്ന് ഇത് വളരെ ഗുരുതരമായിട്ട് ഭവിഷ്യത്തുകൾ എനിക്കും അത് ആരോഗ്യ മേഖലയ്ക്ക് സർക്കാരിനും വരാൻ സാധ്യതയുണ്ട്. അത് പരിഹരിക്കണം എന്നൊക്കെ ഞാനിത് പല പ്രാവശ്യം പറഞ്ഞതാണ്. അങ്ങനെയെങ്കിൽ താങ്കൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് വളരെ വലിയ ഒരു വിഷയമാണ്. ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലനിൽക്കുന്ന ഒരുപക്ഷെ പല ഘട്ടങ്ങളിലായി മാധ്യമങ്ങളൊക്കെയും തന്നെയും പുറത്തുവിടുന്ന വാർത്തകളുണ്ട്. എന്തുകൊണ്ട് ഈ ആരോഗ്യരംഗത്ത് പല ഘട്ടങ്ങളിലായി നമുക്ക് ഈ ഉപകരണങ്ങൾ മാത്രമല്ല, മരുന്നുകൾ, ഇതൊക്കെയും അവശ്യ മരുന്നുകൾ പോലും പലപ്പോഴും സർക്കാർ ആശുപത്രിയിൽ കിട്ടാത്ത സാഹചര്യങ്ങളുണ്ട്. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുകയും വാർത്തകൾ നൽകുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം, പല അറ്റകുറ്റപ്പണികളും നടക്കാതിരിക്കുന്ന സാഹചര്യം, ഇതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളെന്ന് പറയാവുന്നത് പോലും വലിയ വലിയ പ്രശ്നങ്ങൾ ആരോഗ്യ മേഖലയിൽ സൃഷ്ടിക്കുന്നവയാണ്. ഇതിലേക്കൊക്കെയും സമഗ്രമായ ഒരു വെളിച്ചം വീശുന്ന ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നടന്നേ പറ്റുള്ളൂ. കാരണം അതിനൊരു പരിഹാരം ഉണ്ടായേ പറ്റുള്ളൂ. ഇത്തരത്തിലുള്ള നമ്മൾ വർഷം കഴിയുന്നതോറും നമ്മൾ കൂടുതൽ സിവിലൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ നമ്മൾ ജനങ്ങളെ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത്, അവർക്ക് എത്രത്തോളം ബഹുമാനം കൊടുക്കണം, അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ എത്രത്തോളം അടിയന്തരമായിട്ട് പരിഹരിക്കണം എന്നൊക്കെ നമ്മൾ ടെക്നോളജി വളർന്നതിനനുസരിച്ച് അതിൻ്റേതായിട്ടുള്ള ആനുകൂല്യങ്ങളും അതിൻ്റേതായ അഡ്വാൻറ്റേജും ജനങ്ങൾക്ക് ലഭിക്കണം. നമ്മളത് മറ്റ് ഘടകങ്ങളൊന്നും അതിന് തടസ്സമായി നിൽക്കാൻ പാടില്ല. പക്ഷെ ജനങ്ങളുടെ പിന്തുണ ഈ വാർത്ത വന്നതോടുകൂടി താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടാകും. പക്ഷെ താങ്കൾക്കൊപ്പം നിൽക്കാൻ ഡോക്ടർമാർ കൂടി, താങ്കളുടെ സഹപ്രവർത്തകർ കൂടി തയ്യാറാകണമല്ലോ. എന്താണ് അവരുടെ ഒരു അഭിപ്രായം ഈ വിഷയത്തിൽ? താങ്കൾക്ക് പിന്തുണയുണ്ടോ? അല്ല, ഇത് കാലാകാലങ്ങളിലായിട്ട് ഡോക്ടർമാർ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. ആരും പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് മാധ്യമങ്ങൾക്ക് നേരിട്ട് ഡോക്ടർമാരെ വ്യക്തിപരമായിട്ട് സംസാരിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാവും. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ ആരോഗ്യമന്ത്രി ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയും ആ അന്വേഷണം താങ്കൾക്കെതിരെ വരികയാണ് എങ്കിൽ അത് സമരത്തിലേക്ക് പോകുമെന്നും വലിയ പ്രതിഷേധത്തിലേക്ക് പോകുമെന്നൊക്കെ KGM-CT അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇല്ല, അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. എനിക്ക് നമ്മൾ ഡോക്ടർമാർ സമരം ചെയ്യുന്നതിനോട് തന്നെ എനിക്ക് തീരെ താല്പര്യമില്ല. അത് പല ഇഷ്യൂവിലും പല KGM-CTയുടെ ജനറൽ ബോഡികളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, രോഗികളെ ബുദ്ധിമുട്ടിച്ചുള്ള സമരത്തിന് ഞാൻ തയ്യാറല്ല. അപ്പോൾ എൻ്റെ വിഷയത്തിനാണെങ്കിൽ പോലും രോഗികളെ ബുദ്ധിമുട്ടിച്ച ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിയിട്ടുള്ള ഒരു സമര പരിപാടികൾക്കും ഞാൻ തയ്യാറല്ല. ഇത് കാരണം ഇത് രോഗികൾക്ക് സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് തുറന്നു പറയുന്നത്. പിന്നെ ഞാൻ കാരണം രോഗികളുടെ സംരക്ഷണം തടസ്സപ്പെടുക എന്ന് പറയുന്നത് അത് എനിക്ക് വളരെ വേദന ഉണ്ടാക്കുന്നൊരു കാര്യമായിരിക്കും. അതിനോട് എനിക്ക് യോജിപ്പില്ല. സമര പരിപാടികൾക്കൊന്നും അതിനൊന്നും ഞാൻ കൂടില്ല. എൻ്റെ ആവശ്യത്തിന് വേണ്ടി ആരും സമരം ചെയ്യുകയും വേണ്ട. അതൊന്നും എനിക്ക് താല്പര്യമുള്ള കാര്യമില്ല. കാരണം ഇത് അങ്ങനെ സംഘർഷാവസ്ഥയിലേക്കൊന്നും പോകുന്ന വിഷയമല്ല. കാര്യങ്ങൾ പരിഹരിച്ചേക്കാൾ ഉപരി ഒരു പക്ഷേ ഈ അന്വേഷണം നടക്കുമ്പോൾ, ഞാൻ തുടക്കത്തിൽ താങ്കളോട് ഉന്നയിച്ച സംശയമാണ്, ഈ അന്വേഷണം നടക്കുമ്പോൾ അത് താങ്കൾക്കെതിരെയാകാനുള്ള സാധ്യത കൂടി വന്നു ചേരുമോ? അതോ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, എവിടെയാണ് പിഴവുണ്ടായത്, ആ പിഴവ് പരിഹരിക്കുന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിച്ചേരും എന്നുള്ള ശുഭാപ്തി വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചും അതുകൊണ്ടാണ്. പക്ഷേ സംഘടനയ്ക്ക് അത് ഉണ്ടാവില്ലായിരിക്കാം. അല്ല, ഞാനൊരു സത്യസന്ധനായ വ്യക്തിയാണ്. എൻ്റെ കയ്യിൽ ഇതിൻ്റെ തെളിവുകളൊക്കെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഉള്ള തെളിവുകൾ ഞാൻ അന്വേഷണ കമ്മീഷന് കൊടുക്കും. അവരെന്നെ തെറ്റുകാരനാണെന്നെങ്കിൽ ഞാനാണ് തെറ്റുകാരൻ എന്ന് വിധിക്കുന്നെങ്കിൽ ആ വിധി ഞാൻ സ്വീകരിക്കും. അത്രേ ഉള്ളൂ. താങ്കൾ കുറച്ച് മുമ്പേ പറഞ്ഞല്ലോ, രോഗികൾക്ക് വേണ്ടി സത്യസന്ധനായ ഉദ്യോഗസ്ഥന രീതിയിൽ അത് ആരോഗ്യമന്ത്രിയും സമ്മതിക്കുന്നു. അപ്പോൾ രോഗികൾക്ക് വേണ്ടിയാണ് ഈ പോരാട്ടമെങ്കിൽ അങ്ങനെ കീഴടങ്ങാൻ പാടുണ്ടോ? അല്ല, ഞാനൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പരിമിതികളുണ്ടല്ലോ. ഞാനിപ്പോൾ എവിടം വരെ എന്താ എനിക്ക് ചെയ്യാൻ കഴിയുക, അത് ഞാൻ അവതരിപ്പിക്കുക, അവർക്ക് എൻക്വയറി കമ്മീഷൻ്റെ മുമ്പിൽ എനിക്ക് തെളിവുകൾ സഹിതം ഹാജരാക്കുക, ഇതൊക്കെ തന്നെയല്ലേ എനിക്ക് പറ്റുള്ളൂ.
അല്ലാതെ എനിക്ക് അതിനപ്പുറത്തോട്ട് ഒരു പ്രതിഷേധത്തിനോ ഒന്നുമുള്ള ശക്തിയോ സപ്പോർട്ടോ ഒന്നുമുള്ള ആളല്ല. അതിനുള്ള താല്പര്യവും ഇല്ല. അത് പിന്നെ ഇത് അന്വേഷണം നടക്കട്ടെ. പക്ഷെ തീർച്ചയായും ഡോക്ടർ, താങ്കൾ നടത്തുന്ന ഈ പോരാട്ടത്തിനോട് മാധ്യമങ്ങളുടെ ഒക്കെയും പിന്തുണയുണ്ട്. താങ്കളുടെ കയ്യിലുള്ള തെളിവുകൾ സത്യമാണ് എങ്കിൽ അന്വേഷണത്തിൽ തെളിഞ്ഞു വരട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം ആരോഗ്യരംഗത്തെയും മാധുര്യരംഗത്തെയും ഒക്കെ പ്രശ്നങ്ങളെ അടിക്കടി എല്ലാ ദിവസവും എന്നോണം റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇതിനോട് ചേർത്ത് വെച്ച് പല പ്രശ്നങ്ങളും കൂടി പരിഹരിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ അത് വലിയ കാര്യമാണ്. ഏതായാലും താങ്കൾ തുടങ്ങി വെച്ചത് താങ്കൾക്ക് ശുഭകരമായി തന്നെ പൂർത്തിയാക്കാൻ കഴിയട്ടെ എന്ന് ഈ ഘട്ടത്തിൽ പറയുന്നു. താങ്കളുടെ തെളിവുകളുമായി, താങ്കൾ ഉന്നയിച്ച ആരോപണങ്ങളുമായി മുന്നോട്ട് പോവുക തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നു. വളരെ നന്ദി ഡോക്ടർ, ജനം ടി വിക്കൊപ്പം സഹകരിച്ചതിനും താങ്കളുടെ നിലപാടുകൾ വ്യക്തമാക്കിയതിനും. ശരി.